ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു യാത്രയിലാണ് കേട്ടോ. ട്രെയിൻ യാത്രയിലാണ്. ഞാൻ മധുരയിലേക്ക് പോവാണ് കേട്ടോ. ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് കാഴ്ചകൾ എൻ്റെ ഫോണിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഏത് സ്ഥലമാണെന്നൊന്നും എനിക്കറിയില്ല. നല്ലൊരു പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണ്. വയലും കുന്നുകളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് ഈ കാണുന്നത്. എവിടെയാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വഴിയൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും ഈ പ്രദേശം ഏതാണെന്ന്. എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ എനിക്ക് ഈ കാഴ്ചകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് എൻ്റെ ഫോണിലേക്ക് ഒന്ന് റെക്കോർഡ് ചെയ്തെടുത്തു. എന്തായാലും പോകുന്നില്ലേ, അപ്പോൾ നമുക്ക് കാഴ്ചകളും കൂടി കണ്ട് അങ്ങ് പോയാലോ. ഇത്ര സുന്ദരമാണല്ലേ കാണാനായിട്ട്. നല്ല മനോഹരമായ കുന്നിൻ പ്രദേശമാണ്. ഞാൻ മധുരയിലേക്കാണ് കേട്ടോ യാത്ര പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞാൻ മധുരയിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ അങ്ങനെയുള്ളൊരു വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അത് പാതി വഴിയിൽ വെച്ച് മുടങ്ങിപ്പോയി. എല്ലാം ഒന്നും എനിക്ക് എടുക്കാനുള്ള ഒരു സമയവും സന്ദർഭമൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് ഇത് എൻ്റെ ചാനലിൽ കൂടെ ഇടാമല്ലോ. അങ്ങനെ ഞാൻ എടുത്തതാണ്. ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ എനിക്കവർ എടുക്കാറുണ്ടാവും. ഈ നല്ല നല്ല ഫ്രെയിംസൊക്കെ വരുമ്പോൾ ചിലരൊക്കെ ഇതിങ്ങനെ എടുത്ത് സൂക്ഷിക്കാറുണ്ട്. ഞാനും അതുപോലെയാണ്. നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ ഒത്തിരി വീഡിയോസ് എൻ്റെ ഫോണിലുണ്ട് കേട്ടോ. എൻ്റെ ഗാലറി നിറയെ ഇങ്ങനെയുള്ള ഫ്രെയിംസുകളുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന്, നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയ സമയത്ത് വീഡിയോസായിട്ടൊക്കെ ഷോർട്സായിട്ടൊക്കെ ഇടാനായിട്ട് ഞാൻ അതൊക്കെ ഇപ്പോൾ എടുക്കാറുണ്ട്. ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ മനോഹരമായ സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ കാണുന്ന വിൻഡ് മിൽസാണ്. നേരം വൈകുന്നേരമാണ്, അപ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷവും കൂടി ആയിരുന്നു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഈ യാത്ര. ഞാൻ ഒരു വലിയൊരു വ്ളോഗായിട്ടൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഒരു വ്ളോഗിൽ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ തോന്നിയില്ല. പക്ഷേ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ചു ഇത് എടുക്കാം, പകർത്താം, അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. കൂടുതലും ഇങ്ങനെയുള്ള പുഴകളും ചെറിയ കുന്നിൻ പ്രദേശങ്ങളും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ചതാണ്. എനിക്ക് ഇഷ്ടമായിട്ട്, കാണാൻ നല്ല രസമാണ്. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. വാഴത്തോപ്പുകൾ, അങ്ങനെ എന്തൊക്കെയോ കുറേ കൃഷികളൊക്കെ ഉണ്ട്. തമിഴ്നാടെന്ന് പറയുമ്പോഴേ കൃഷിയാണല്ലോ. കുറേ പശുക്കളുണ്ടായിരുന്നു, ആമ്പൽ. അങ്ങനെ ഇവിടത്തെയൊക്കെ വീടുകളുടെ പ്രത്യേകത കണ്ടോ, ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട്. നമ്മുടെയൊക്കെ കേരളത്തിലെ പോലെയല്ല അല്ലേ, ഇവിടത്തെയൊക്കെ വീടുകൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ അടുങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തമിഴ്നാട്. ഞാൻ പഠിച്ചത് ഒരു PG ചെയ്തത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ എനിക്ക് തമിഴ്നാടുമായിട്ട് ചെറിയ ബന്ധമൊക്കെ ഉണ്ട്.
നിങ്ങൾക്കും ഇഷ്ടമാണല്ലേ തമിഴ്നാട്ടിലേക്കൊക്കെയുള്ള യാത്ര? ഇഷ്ടംപോലെ അമ്പലങ്ങൾ, അങ്ങനെ പാടങ്ങൾ, കൃഷികൾ ഒക്കെയുള്ള പ്രദേശമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്. കേരളത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ വളരെ ചെറിയ ചെറിയ ഇടങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. ഒരു സ്റ്റേഷനിലെത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.